പൊളിമിക്സ് ആരംഭിക്കുകയാണ്. അറിയാമല്ലോ, അടിസ്ഥാനപരമായി പൊളിമിക്സ് ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസ പദ്ധതിയാണ് എന്നതറിയാമല്ലോ. അതൊരു സംയുക്ത പദ്ധതിയായി വികസിപ്പിക്കുകയാണ്. ഇന്നത്തെ തലമുറയിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരുടെയും ഗുരുനാഥനാണ് സഖാവ് സി ഉണ്ണിരാജ. ഉണ്ണിരാജയുടെ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ട് ഒരു വർഷക്കാലം രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്ന പാർട്ടി തീരുമാനിക്കുകയുണ്ട്. അങ്ങനെയൊരു തീരുമാനമുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ പൊളിമിക്സിന് സന്തോഷമേ ഉള്ളൂ. മാർക്സിസം അറിയാത്ത ഒരു കുഞ്ഞുപോലും കേരളത്തിലുണ്ടാവരുത്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതുപോലെ ഇതൊരു സമ്പൂർണ്ണ മാർക്സിയൻ സംസ്ഥാനമായി മാറണം. പാർട്ടി കേഡർമാർക്ക് മാത്രമല്ല, ബഹുജനങ്ങൾക്കാകെ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്ന ഒരു ക്യാമ്പയിൻ അതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്ന് നാം തീരുമാനിക്കുകയുണ്ടായി. അതുമായി ഏതു തരത്തിലും സഹകരിക്കാൻ പൊളിമിക്സ് തയ്യാറാണ്. ആളുകളെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ തന്നെ പൊളിമിക്സിനും ഹരമാണ്. ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് തീർക്കുന്നതിന് നമ്മൾ പര്യാപ്തരാക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള രാഷ്ട്രീയമാണ്. നമ്മുടെ മനസ്സിലുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിലുള്ള രാഷ്ട്രീയം എന്നാണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ. സമൂഹത്തെ മാറ്റുക എന്നതാണ് നമ്മുടെ ദൗത്യം. അങ്ങനെ മാറ്റാൻ കഴിയണമെങ്കിൽ ഏത് മാർഗത്തിലൂടെ നാം സഞ്ചരിക്കണം എന്ന് മാർക്സിസം നിർവചിക്കുന്നു. സമൂഹത്തെ മാറ്റണമെന്നും അതിനുവേണ്ടി ഏതെല്ലാം വഴിയിലൂടെ സഞ്ചരിക്കണമെന്നും മാർക്സ് നിർവചിച്ചിട്ടുണ്ട് എന്നാണല്ലോ കാനം സഖാവ് പറഞ്ഞത്. എന്നാൽ മാറ്റം അങ്ങ് വന്നോളുമെന്ന് പഠിച്ചു വെച്ചിട്ടുള്ള സഖാക്കളുമുണ്ട്. എല്ലാം മാറിക്കൊണ്ടിരിക്കും, പത്രക്കാരൊഴികെ. പക്ഷേ എല്ലാറ്റിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാറ്റം മാർക്സ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പ്രതിഭാസമാണ്. എല്ലാറ്റിലും മാറ്റം എന്ന് പറയുന്ന പ്രതിഭാസമുണ്ട്. പത്രക്കാരൊഴികെ എല്ലാം മാറിക്കൊണ്ടിരിക്കുമെന്ന് മാർക്സ് പറഞ്ഞതായാണ് പേര് കേൾപ്പിച്ച മാർക്സിസ്റ്റ് പ്രതിഭാസമായ EP ജയരാജൻ പറഞ്ഞത്. കാനം പറഞ്ഞതും ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അതുതന്നെയാണ് CPIയും CPIMും തമ്മിലുള്ള വ്യത്യാസം. മാർക്സിസത്തെ അടുത്തറിയാനും സാമൂഹ്യ പുരോഗതിയുടെ ഘട്ടങ്ങൾ മനസ്സിലാക്കാനും രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. സാമൂഹ്യ പുരോഗതിയുടെ ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ സഖാവ് കാനം മറന്നുപോയ ഒരടിസ്ഥാന വസ്തുതയുണ്ട്. സാമൂഹ്യ പുരോഗതി താനേ ഉണ്ടാക്കുന്നതല്ല, നമ്മൾ മാർക്സിസ്റ്റുകൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യമാണ് സഖാവ് മറന്നുപോയത്. മനസ്സിലായില്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും. ഇപ്പോൾ പലരും ഞാനിപ്പോൾ 2 പെണ്ണുണ്ട്, ഈ 2 പെണ്ണോടല്ല ഞാനിപ്പോൾ എഴുതുന്നത്. പക്ഷേ ഒരു ഫാഷനായി വരിക. 2 പെണ്ണ് ഞാൻ കുത്തുന്നതിന് ഉദ്ദേശമുണ്ട്, ഇതൊരു ഫാഷനാക്കാനാണ്. അപ്പോൾ ഇങ്ങനെ 2 പെണ്ണ് എല്ലാവരും കുത്തിക്കൊണ്ടിരുന്ന ഞാനിപ്പോൾ എഴുതാൻ ഉപയോഗിക്കുന്ന പെണ്ണ് ഇതല്ല, അന്നേരം 1.5 രൂപയുടെ ബോൾ പെണ്ണ് വാങ്ങിയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിച്ചാൽ അതൊരു മാർക്കറ്റാണ്. അത് സാമൂഹ്യ പുരോഗതിയുമാണ്. 1.5 രൂപയുടെ പേന കൊണ്ട് എഴുതുമ്പോഴും വില കൂടിയ 2 പേനകൾ പോക്കറ്റിൽ പ്രദർശിപ്പിക്കുക എന്നത് മാർക്സിയൻ സമൂഹത്തിൽ പുരോഗതിയുടെ മാനദണ്ഡമായി കണക്കാക്കേണ്ടതാണ്. നാം ജീവിക്കുന്നത് ഒരു മുതലാളിത്ത ലോകത്താണ്. മുതലാളിത്ത ലോകം എന്ന് പറയുമ്പോൾ ആർത്തിയേറിയ മുതലാളിത്തത്തിൻ്റെ ലോകം, ലാഭം മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു സാമ്പത്തിക നയത്തിന്റെ ലോകത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരൻ ആ സാമൂഹ്യ ക്രമത്തെ മാറ്റാൻ വേണ്ടി ഏറെ ക്ലേശപൂർണമായ പ്രവർത്തനങ്ങൾ ഇടപെടേണ്ടി വരും. ലാഭം മാത്രം ലക്ഷ്യമാക്കിയുള്ള സാമ്പത്തിക ക്രമത്തിന്റെ നടത്തിപ്പുകാരാണല്ലോ മുതലാളിമാർ. അവരുടെ ലോകം അഥവാ മുതലാളിത്ത ലോകം അത് മാറ്റേണ്ടതുണ്ടോ എന്നതാണ് അടിസ്ഥാനപരമായ മറ്റൊരു ചോദ്യം. എന്തിനു മാറ്റണം? നമ്മൾ അവരെ കണ്ടെങ്കിൽ പഠിച്ചാൽ പോരെ? ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം, നമ്മുടെ ഈ ഏറ്റവും ഉന്നതമായ വൻകിട വ്യവസായങ്ങളുടെ നടത്തിപ്പുകാർ, അവരുടെ പെരുമാറ്റം
വിനയാന്വിതമായിട്ടുള്ള അവരുടെ സമീപനം കണ്ടാൽ നമ്മൾ സ്തംഭിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തക പ്രകാശനം നടത്തി കോട്ടയത്ത്. ഉഴവൂർ വിജയൻ്റെ അവിടെ നമ്മുടെ ചാവറയുടെ ഒരു പുസ്തകം. അദ്ദേഹം ഈ പരസ്യരംഗത്തെ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. അതിൽ അദ്ദേഹം എഴുതി വെച്ചൊരു അനുഭവം എഴുതി വച്ചിരിക്കുകയാണ്. ആ എഴുതി വെച്ച അനുഭവം അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത പരിചയക്കാരൻ, ഒരു വലിയ ജ്വല്ലറി ഉടമ, ഒരു വൻ സ്വർണ്ണ വ്യാപാരി, വലിയ സ്വർണ്ണ വ്യാപാരിയാണ്, വലിയ കച്ചവടക്കാരൻ, വലിയ വ്യാപാരം നടന്ന ആളാണ്. അവിടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ കെട്ടിടത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ പറഞ്ഞു, മുതലാളി ഇവിടെ ഇല്ല, ഇപ്പോൾ വരും. അദ്ദേഹം ഇങ്ങനെ പുറത്ത് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരാളിങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചല്ലേ മുതലാളി ഇപ്പോൾ വരിക. അദ്ദേഹം ഒന്ന് ചിരിച്ചകത്ത് പോയി. കുറേ കഴിഞ്ഞ് അവിടുത്തെ ഒരു ജീവനക്കാരൻ വന്ന്, അല്ല നിങ്ങളുടെ ഞാൻ മുതലാളി, അദ്ദേഹം മേലെയുണ്ട്. ഇദ്ദേഹം മുതലാളിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഈ ഇരിക്കുന്നത് ഈ വന്ന ആളാണ്. അദ്ദേഹത്തെ കണ്ടാൽ ഏറ്റവും വിനയാന്വിതമായ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ഒരു നടപ്പും രീതിയും കണ്ടാൽ ഇങ്ങനെ ഒരു ജ്വല്ലറിയുടെ ഉടമയാണെന്നേ തോന്നില്ല. ആ മുതലാളിമാരിൽ നിന്ന് പഠിക്കാനുള്ളത് പഠിച്ച് നമ്മൾ അതിനനുസരിച്ച് സ്വയം മാറുക എന്നതാണ് ആധുനിക കാലഘട്ടത്തിലെ മാർക്സിയൻ രീതി. പക്ഷേ CPIക്കാർക്ക്, പ്രത്യേകിച്ച് കാനം രാജേന്ദ്രനെ പോലുള്ളവർക്ക് അത് മനസ്സിലാവില്ല. കാരണം അവർ കമ്മ്യൂണിസ്റ്റ് മൗലികവാദികളാണ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അപ്പം മനുഷ്യന് മാറ്റമുണ്ടാകണമെങ്കിൽ അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അവന്റെ കഷ്ടപ്പാടുകൾ, അവന്റെ ദുഃഖങ്ങൾ, അവന്റെ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ, ഇതെല്ലാം മാറുമ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവന് ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. എന്നിട്ടും കാനം സഖാവ് പറഞ്ഞത് കേട്ടില്ലേ, മാറ്റം ഉണ്ടാക്കണമെന്ന്. അതാണ് ശാസ്ത്രീയ കമ്മ്യൂണിസം. എന്നാൽ EP ജയരാജൻ പറഞ്ഞത് കേട്ടില്ലേ, മാറ്റം ഉണ്ടായിക്കോളുമെന്ന്. അതാണ് പ്രായോഗിക കമ്മ്യൂണിസം. ഈ വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇതേപോലെയുള്ള ചുരുക്കം ചിലർക്കേ അത് പിടികിട്ടും. ഇപ്പൊ CPM പോലെ ഒരു പാർട്ടി പ്രായോഗിക സമീപനത്തിന്റെ ഒരു പാർട്ടിയാണല്ലോ, ശാസ്ത്രീയല്ലോ. അപ്പോൾ ശാസ്ത്രീയ കമ്മ്യൂണിസം പഠിപ്പിച്ചു കൊണ്ടുവരിക, എന്നിട്ട് അതിലൂടെ സമൂഹത്തെ മാറ്റിയെടുക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ദൗത്യം. സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും ആധുനിക കാലഘട്ടത്തിന് അനുസൃതമായി സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഏറെ പരിശീലനം ആവശ്യമുണ്ട്. ആ പരിശീലന നടപടികളുടെ ഒരു പ്രഥമ ഘട്ടത്തിലാണ് ഈ ക്ലാസ് നാം സംഘടിപ്പിക്കുന്നത്. അതൊക്കെ പാർട്ടിയും സമൂഹവും രണ്ടാണ് എന്ന് കാണുമ്പോഴുള്ള പ്രശ്നമാണ്. പാർട്ടിയെയും സമൂഹത്തെയും ഒന്നായി കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ പരിശീലനം വളരെ എളുപ്പമാണ്. ഇവ ശത്രുവർഗത്തിന്റെ ആക്രമണത്തെ നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനം ഓരോ പ്രദേശത്തും ഉണ്ടാകണം. നമ്മളെ ആക്രമിക്കാൻ വന്ന ഒരാളും വന്നതുപോലെ തിരിച്ചു പോകാൻ പാടില്ല എന്ന എല്ലാ പ്രദേശത്തും ഉറപ്പുണ്ടാക്കണം. അതിന് സാധിക്കത്തക്ക വിധത്തിലുള്ള കരുത്ത് ഓരോ പ്രദേശത്തും നേരണം. നമ്മുടെ യുവതിയുവാക്കൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള കായിക പരിശീലനം കൊടുക്കണം. അതാണ് CPM അവരുടെ യുവതി യുവാക്കൾക്ക് നൽകുന്ന പരിശീലനം. അതുതന്നെയാണ് ആ പാർട്ടിയുടെ കരുത്തിൻ്റെ രഹസ്യവും. അതുകൊണ്ട് കാനം സഖാവ് ചെറുപ്പക്കാരെ തത്വം പഠിപ്പിച്ച് നേരം കളയാതെ കായിക പരിശീലനം ആരംഭിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ സമാധാനമാണ്, സമാധാനം. അപ്പോൾ സമാധാനം അതൊരു ഗാന്ധിയൻ ഏർപ്പാടാണല്ലോ. അത് പറയുമ്പോൾ ഗാന്ധിസം എന്താണ് എന്നതായിരിക്കും അടുത്ത ചോദ്യം. നമ്മുടെ കോൺഗ്രസ്സുകാർ തൊപ്പിയിട്ടാൽ എന്തുണ്ടാവുമോ അതാണ് ഗാന്ധിസം.
നടത്തി വരുത്തണമെങ്കിൽ ഞങ്ങൾ സഹോദരിമാർ മുന്നിട്ടിറങ്ങിയേ സാധിക്കൂ. ഉപവാസ സമരമാണ് അതിന് ഏറ്റവും പറ്റിയ ആയുധം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളെ സ്നേഹവും വാത്സല്യവും പകർന്നു നടന്ന കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഞങ്ങളുടെ പതിമാരെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കുന്ന പൊന്നു മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുത്തെ CPM-ന്റെ നേതൃത്വത്തോട് പറയുന്നത്, ഇവിടുത്തെ BJP-യുടെ നേതൃത്വത്തോട് പറയുന്നത്, ധൻരാജിന്റെയും രാമചന്ദ്രന്റെയും ഒക്കെ മക്കൾ പറയുന്നത് പോലെ തന്നെ എന്തിന് ഞങ്ങളുടെ പിതാക്കന്മാരെ കൊന്നു എന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ എന്തെങ്കിലും വിരോധമുണ്ട് എങ്കിൽ പറഞ്ഞു തീർക്കാമായിരുന്നില്ലെന്ന് ചോദിക്കുന്ന പോലെ ആ ചോദ്യം ഞങ്ങൾ ഏറ്റു ചോദിക്കുന്നു. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളെയും ഹാർദമായി അഭിവാദ്യം ചെയ്യാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയവികാരമാണ് അവർ പ്രതിഫലിപ്പിക്കുന്നത്. സമാധാനം ആഗ്രഹിക്കുന്നവരുടെ മനസ്സാണ് അവരിലൂടെ പ്രകടമാകുന്നത്. ഇവിടെ പങ്കെടുക്കേണ്ട ശ്രീ സുധാകരൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. സുധാകരൻ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം മാറുന്നു എന്നാണ് അർത്ഥം. അതോടുകൂടി ഗാന്ധിയന്മാരും മാർക്സിയന്മാരും വേർതിരിയും. കാരണം സുധാകരൻ കണ്ണൂരുകാരനാണ്. കണ്ണൂരിനെ സംബന്ധിച്ച് ഇന്ത്യയിലെല്ലായിടത്തും, ഇന്ത്യക്ക് വെളിയിലും നമുക്കൊരു സ്ഥായിയായ ടൈറ്റിൽ ഉണ്ട് കണ്ണൂരിന്. അക്രമത്തിന്റെ നാടെന്നാണ്, ബോംബ് സ്ഫോടനത്തിന്റെ നാടെന്നാണ്, കൊലപാതകത്തിന്റെ നാടെന്നാണ്, അറുകൊലയുടെ നാടെന്നാണ്, കള്ളവോട്ടിന്റെ നാടെന്നാണ്, കൊള്ളയടിയുടെ നാടെന്നാണ്. ഇതെല്ലാം ഇവിടെ അരഞ്ഞു തകർക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. അതാവട്ടെ മാർക്സിസ്റ്റുകാരോ BJP-ക്കാരോ മാത്രമായിട്ടുണ്ടാക്കിയെടുത്ത സൽപ്പേരല്ല. കോൺഗ്രസും അതിൻ്റെതായ സംഭാവന നൽകിയിട്ടുണ്ട്. CPM ഇടതും വലതും നിന്ന എന്റെയൊക്കെ 10-35-40 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടതും വലതും നിന്ന് ഞങ്ങൾക്കൊക്കെ ആത്മവിശ്വാസം പകർന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ 10-30 ആളുകളെ വെട്ടിക്കൊന്ന മണ്ണാണ് ഈ മണ്ണ്. അവരുടെ ഒന്നും ശവത്തിന്റെ മൺകൂരകൾക്കിന്നും പച്ച പിടിച്ചിട്ടില്ല. ആ 10-30 കോൺഗ്രസ്സുകാരുണ്ടല്ലോ, ഒന്നിനും പോവാതെ വെറുതെ റോഡ് സൈഡിൽ അങ്ങനെ നിൽക്കുമ്പോൾ മാർക്സിസ്റ്റുകാർ വന്ന് വെട്ടിക്കൊന്നതാണ് കേട്ടോ. അവരൊക്കെയും നമ്മുടെ സുധാകരേട്ടനെ പോലെ വെളുത്ത കതറ് പോലെ കറ കളഞ്ഞ കോൺഗ്രസ്സുകാരായിരുന്നു. പാവങ്ങൾ ഒരു കാരണവുമില്ലാതെ രക്തസാക്ഷികളായതാണ്. നേരിയ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ട 3 അക്രമ സംഭവത്തിൽ രക്തസാക്ഷിയാകാൻ വിധിക്കപ്പെട്ടവനായിരുന്നു ഞാനെങ്കിൽ തലവിധി മറ്റൊന്നായതുകൊണ്ട് രക്ഷപ്പെട്ടതാ. സുധാകരേട്ടൻ യാതൊരു കാര്യവുമില്ലാതെ CPM-കാരുടെ ബോംബേറും കൊണ്ട് നടന്ന കാലത്ത് തലവിധി മറ്റൊന്നായതുകൊണ്ട് രക്ഷപ്പെട്ട ഒരാളെ CPM-കാർക്കും എടുത്തു കാണിക്കാനുണ്ട്. കേരളത്തിലെ പാർട്ടിയുടെ സമുന്നതനായ നേതാക്കന്മാരിൽ ഒരാളാണ് സഖാവ് VP ജയരാജൻ. സഖാവ് വളരെ ത്യാഗപൂർവമായ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഏറ്റെടുക്കേണ്ടി വന്നൊരു സഖാവാണ്. രാഷ്ട്രീയ എതിരാളികളാൽ ആക്രമണത്തിന് വിധേയമാവുകയും വെടിയേൽക്കേണ്ടി വരികയും ആ വെടിയുണ്ടയിൽ പേറി ജീവിക്കേണ്ടി വരുന്ന ഒരു സഖാവാണ് EP ജയരാജൻ. ആ വെടിയുണ്ട EP ജയരാജന്റെ കഴുത്തിന് പിന്നിലായി തലയിൽ നിക്ഷേപിച്ചതിൽ സുധാകരന് പങ്കുണ്ട് എന്ന് പോലും പാണന്മാർ പാടി നടന്നിരുന്നു ഒരു കാലത്ത്. അങ്ങനെയൊക്കെ പാടും. കാരണം സുധാകരൻ ഗാന്ധിജിയുടെ കോൺഗ്രസ് അല്ല, ഭഗത് സിംഗിന്റെ കോൺഗ്രസ് ആണ്. പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയക്കാർ പോരാട്ടം എന്ന് പറയുമ്പോൾ ആ പോരാട്ടത്തിന്റെ പരിണിതഫലം അക്രമമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ പോരാടി പോരാടി മടുത്തയാളാണ് സുധാകരൻ എന്ന് പറയാതിരിക്കാൻ പൊളിമിക്സിനും നിർവാഹമില്ല. കണ്ണൂരിൽ ഞങ്ങൾക്ക് ഇന്നും രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഞങ്ങൾ കുറെ ഗ്രാമങ്ങളിൽ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്നും സ്വാതന്ത്ര്യം ലഭിക്കാത്ത ജനാധിപത്യ അവകാശം സംരക്ഷിക്കാനും അത് പ്രയോഗിക്കാനും സാധിക്കാത്ത ഒരുപാട് പാട്ടുഗ്രാമങ്ങൾ കണ്ണൂരിലുണ്ട്. അവിടങ്ങളിൽ കൂടി സ്വാതന്ത്ര്യ സമരം നടത്തണമെന്ന് സുധാകരന് തോന്നിയാൽ
അതോടുകൂടി കണ്ണൂരിൽ ത്രികോണ പോരാട്ടം ആരംഭിക്കും എന്ന രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് പൊളിമിക്സ് ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ എല്ലാം ശരിയാക്കാം. ദോഷം പറഞ്ഞൂടെ കേട്ടോ. പിണറായി സർക്കാർ ഒന്ന് പാളത്തിൽ കയറിയതോടുകൂടി എല്ലാം ശരിയായി തുടങ്ങി. വൈദ്യുതി വിതരണമൊക്കെ ആകെ മൊത്തം ശരിയായി. വൈദ്യുതി തടസ്സം SMS വഴി ഉപഭോക്താക്കളെ അറിയിക്കുന്ന പദ്ധതി ഊർജ്ജദൂത് അഥവാ ഔട്ടേജ് മാനേജ്മെന്റ് സിസ്റ്റം KSEBയിൽ നിലവിൽ വന്നിരിക്കുന്നു. സാധാരണക്ക് ഒരുപാട് പരാതികൾ ഉയർന്നു വരുന്ന ഒരു സ്ഥാപനമാണ് KSEB. അവിടെ വൈദ്യുതി തടസ്സപ്പെടാൻ സാധ്യതയുള്ള വിവരം മുൻകൂട്ടി തന്നെ അറിയാൻ പുതിയ SMS സംവിധാനത്തിന് കഴിയുമെന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. വൈദ്യുതി ഓർക്കാപ്പുറത്ത് തടസ്സപ്പെട്ടാലാണല്ലോ ജനങ്ങൾ കുടുങ്ങുക. KSEB ആസ്ഥാനത്തെത്തിയ ജയചന്ദ്രൻ കുടുങ്ങിയതുപോലെ. ഇരുളകന്നു മിഴി തെളിഞ്ഞു പുതിയ വാനം പുതിയ ഭൂമി ഉണരുമൂർജം വിജയനാളം അജയ്യ ദൗത്യദീപ്തിയായി അപാര ജീവിതോർജതാളമാ. ഞാനിവിടെ കുറച്ച് താമസിച്ച് എത്തിയതിന് എന്നോട് ക്ഷമിക്കണം. ഭാഗികമായി എൻ്റെ തെറ്റുണ്ട്, ഭാഗികമായി വൈദ്യുതി ബോർഡിൻ്റെ തെറ്റുണ്ട്. ഈ ആസ്ഥാനത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് 9ാമത്തെ നിലയിൽ എത്തണമെങ്കിൽ അതൊരു അഡ്വഞ്ചർ റൈഡാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് വന്നത്. 3ാമത്തെയും 4ാമത്തെയും നിലകൾക്കിടയിൽ നമ്മൾ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ ലിഫ്റ്റ് എന്നോട് പറഞ്ഞത് പോലെ തോന്നി, ജയചന്ദ്ര ഇപ്പൊ തന്നെ 100 കിലോയിൽ കൂടുതലുണ്ട്, വെയിറ്റ് കുറയ്ക്കണം. അപ്പൊ ഞാൻ ലിഫ്റ്റിനോട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം വളരെ ഇഷ്ടമാണ്, കുറയ്ക്കാൻ പറ്റില്ല. ലിഫ്റ്റ് എന്നെ അവിടെ 9 എത്തിച്ചേ പറ്റും. കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ച് സുഹൃത്തുക്കൾ വന്ന് നമ്മളെ ഇതിനിടയിൽ നിന്ന് വലിച്ചെടുത്തു. ഇനി ഏതായാലും ആ അബദ്ധം പറ്റാനിടയില്ല. SMS നോക്കി ഉറപ്പാക്കിയ ശേഷം ലിഫ്റ്റിൽ കയറിയാൽ മതിയാകും. എപ്പോൾ പോകും, പോയാൽ എപ്പോൾ വരും എന്നത് SMS വഴി അറിയിക്കുന്നത് ഏതായാലും നാട്ടുകാർക്ക് നല്ല താല്പര്യമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ ഒന്നിനും സമയമില്ല എന്നതാണല്ലോ നാട്ടുകാരുടെ പരാതി. നിങ്ങൾ 5 വർഷം മുമ്പ് സംസാരിക്കുന്ന കാര്യങ്ങൾ 3-4 വർഷം മുമ്പ് സംസാരിക്കുന്ന അത്രയും സമയം നമ്മുടെ അമ്മ അച്ഛന്മാരോട് നമ്മൾ സംസാരിക്കുന്നില്ല. സമയമില്ല. സ്കൂളിൽ ഇരിക്കണം, ട്യൂഷനിൽ പോകണം. അത് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ പറഞ്ഞ പുതിയ വാനം പുതിയ ഭൂമി ഉണരുമൂർജം വിജയനാളം. ഹലോ ഹലോ സംസാരിച്ചോട്ടെ. ഇതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ വാനം പുതിയ ഭൂമി ഉണരുമൂർജം
വിജയനാളം 40% കുട്ടികൾക്ക് പുതിയ വാനം പുതിയ ഭൂമി ഉണരുമൂർജം പുതിയ വാനം പുതിയ ഭൂമി ഉണരുമൂർജം വിജയനാളം അജയ്യ ദൗത്യദീപ്തിയായി അപാര അപ്പോൾ ഈ സമയം കളയാതെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ സംഘാടകർ എന്തായിരിക്കും ചെയ്യുക? അപ്പോൾ തന്നെ KSEBയിലേക്ക് ഫോൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര ഫോൺ കോളുകൾ വരാനുണ്ടാകും? ടോൾ ഫ്രീ നമ്പർ 1919 ഒരേ സമയം 50ഓളം കോളുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് താഴത്തെ ഓഫീസുകളുടെ സ്ഥിതി ശരിക്കും അറിയുന്നവരല്ല. അവിടെ ബെല്ലടിക്കാൻ ബെല്ലവിടെ നിന്ന് അടിക്കുമെന്നല്ലാതെ സാധാരണ എടുക്കുന്ന ശീലം വളരെ കുറവാണ്. അങ്ങനത്തെ ഒരു ഓഫീസിലേക്ക് ഒരേ സമയം 50 കോളുകൾ വിളിക്കാവുന്ന ലൈൻ കൊടുക്കുക എന്നെല്ലാം പറഞ്ഞാൽ കുറച്ച് കഷ്ടമല്ലേ? ഇതേതാണ് രാജ്യം എന്ന് ഓർമ്മയില്ലേ? ഞാൻ വൈദ്യുതി മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഒരു വിദേശയാത്ര നടത്തിയിരുന്നു. ഒരു വിദേശ രാജ്യത്തൊക്കെ പോയപ്പോൾ അവിടെ അന്ന് കണ്ടത് എന്നുവെച്ചാൽ 96 മൂന്നാമത്തെ ബെല്ലടിക്കുമ്പം ഫോൺ എടുത്തിരിക്കുന്നു. 3 ബെല്ലിനുള്ളിൽ ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നെ കാര്യം പോക്കായിരിക്കും. നമ്മുടെ ഇവിടുത്തെ സ്ഥിതിയല്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി വൈദ്യുതി ഫെയിലിയറായി അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുകയാണെങ്കിൽ യുദ്ധസജ്ജമായി നിൽക്കുകയാണ് വാഹനം. അപ്പോൾ ഉടനെ ആ വിളിച്ച സ്ഥലത്തേക്ക് പോകും. അത് സിംഗപ്പൂരിലായിരുന്നു ഞാൻ കണ്ടത്. അപ്പോൾ നമ്മുടെ സ്ഥിതി അന്നേരം പരമ കഷ്ടമായിരുന്നു. ഈ പല ഓഫീസിലും ജനങ്ങൾ കയറി ആക്രമിക്കാൻ തയ്യാറാകുന്ന അവസ്ഥയായിരുന്നു. കാരണം വിളിച്ചാലൊന്നും മറുപടി ഉണ്ടാവില്ല. അപ്പോൾ ഇത് ടോൾ ഫ്രീ നമ്പറിലൂടെ 50ഓളം കോളുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. ആളുകൾക്ക് വളരെ താല്പര്യമുള്ള ഒന്നായിരിക്കും. അതിനേക്കാൾ നല്ലത് കറണ്ട് പോകുമെന്ന കാര്യം SMS-ലൂടെ നാട്ടുകാരെ അറിയിക്കുന്നത് തന്നെയാണ്. എന്നാൽ പിന്നെ അവർക്ക് വിളിക്കേണ്ടി വരില്ലല്ലോ. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രത്തോളം പ്രതീക്ഷിച്ചതല്ല കേട്ടോ. ഏതായാലും സന്തോഷമായി. ആ സന്തോഷത്തോടെ ഇന്നത്തെ കാര്യപരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.